രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ എംഎൽഎമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചേലക്കരയിൽ നിന്നും വിജയിച്ച UR പ്രദീപും പാലക്കാട്ട് നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് ഇന്ന് സ്ഥാനമേൽക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് കേരള നിയമസഭയിലെ ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. വിജിൻ വായന്തോട് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജൻ, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. എന്തായാലും ചേലക്കരയിലെയും പാലക്കാടിലെയും പുതിയ MLA-മാരായി രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ UR പ്രദീപും 12 മണിയോടുകൂടി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. സ്പീക്കർ AN ഷംഷീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒക്കെ പങ്കെടുക്കും. നാടുകളിൽ നിന്നുള്ള പാലക്കാടിലെയും അതുപോലെ തന്നെ ചേലക്കരയിലെയും ജനങ്ങൾ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ഹാളായതുകൊണ്ട് തന്നെ സാധാരണ നിയമസഭയിൽ നടക്കാറുള്ള സത്യപ്രതിജ്ഞ പോലെ ആയിരിക്കില്ല. കൂടുതൽ ആളുകളുടെ സജീവ പങ്കാളിത്തത്തോടെ ആയിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. 12 മണിക്ക് തന്നെ ചടങ്ങ് ആരംഭിക്കും. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ആവേശം നിറഞ്ഞ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരുന്നു പാലക്കാടും ചേലക്കരയിലും ഉണ്ടായിരുന്നത്. ചേലക്കരയിലെ വലിയ ഭൂരിപക്ഷത്തിലുള്ള LDF-ന്റെ വിജയം അത് മൂന്നാം ടേമിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന LDF-ന് വലിയ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്നതാണ്, ആവേശം നൽകുന്നതാണ്. ഒപ്പം തന്നെ വലിയ ഭൂരിപക്ഷം പാലക്കാട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് UDF-നും പ്രതീക്ഷ നൽകുന്നു. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. LDF-ന് കഴിഞ്ഞ ഈ രണ്ടാം ടേമിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിൽ ഒരു MLA കൂടി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനമായും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഉയർത്തിക്കാട്ടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. അങ്ങനെ ഉള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കാടടച്ചുള്ള പ്രചരണം, ഏറ്റവും അടിത്തട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പ്രചരണം ഒക്കെയായിരുന്നു നടന്നത്. ചേലക്കരയിലും ആ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ UDF-ഉം LDF-ഉം നടത്തി. എന്തായാലും അങ്ങനെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ഒടുവിലാണ് രണ്ട് LDF-ഉം UDF-ഉം ഓരോ സീറ്റുകൾ നിയമസഭയിലേക്ക് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 12 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. സ്പീക്കർ AN ഷംഷീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആര്യ. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്.